ഈശ്വരൻ തന്ന ജീവൻ അതെടുക്കാൻ ഈശ്വരന് മാത്രമേ അവകാശം, നമ്മൾക്കൊരവകാശവുമില്ല. കൂടുതലും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? നമുക്ക് നമ്മളോടൊരു സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. ഈശ്വരൻ ദാനം തന്ന ജീവനാണ് നമ്മുടേത്. അപ്പം ദൈവം വിളിക്കുന്നിടം വരെ ഈ ലോകത്ത് നമുക്ക് നമ്മളെ സ്നേഹിച്ച്, നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിച്ച് മുന്നോട്ട് പോകുക തന്നെ വേണം. പ്രോബ്ലംസ് ഇല്ലാത്ത മനുഷ്യരില്ല. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകും പ്രോബ്ലംസ്, അല്ലേ? എല്ലാവർക്കും ഉണ്ട്. ഈ ജീവിതമെന്നേ പറയുന്നത് കുറേയധികം പ്രോബ്ലംസുകൾ കൂടിച്ചേരലിന് ആണ് ഒരു ജീവിതം എന്ന് പറയുന്നത്. അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നിടത്താണ് നമ്മുടെ വിജയം. ഇപ്പോഴത്തെ തലമുറയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സൂയിസൈഡ്. ചെറിയ മക്കൾ പോലും ആത്മഹത്യ ചെയ്യുന്നു. ഈയിടെ ന്യൂസിൽ കണ്ട 7 വയസ്സുള്ളൊരു മോള് TV-യുടെ റിമോട്ട് കൊടുത്തില്ല എന്നുള്ള കാരണത്തിൽ കയറി ബാത്റൂമിൽ പോയി. 7 വയസ്സല്ലേ? ഇതൊക്കെ ഒരു കാരണങ്ങളാണ്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത പ്രോബ്ലംസുകൾ വരുമ്പോൾ, സിറ്റുവേഷൻസുകൾ വരുമ്പോൾ ചുറ്റുമൊന്ന് കണ്ണോടിക്കുക. ആരെങ്കിലുമൊക്കെ കാണും നമ്മളോട് സംസാരിക്കാൻ. ഒന്ന് സംസാരിക്കുക മനസ്സ് തുറന്ന്. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടുകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ കാണും, അതല്ല നമ്മുടെ കുടുംബക്കാരുടെയോ നമ്മുടെ വീട്ടുകാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും കാണാതിരിക്കുമോ? ആരെങ്കിലും കാണും. ഇവൻ ആരുമില്ലെന്ന് തന്നെ കരുതിക്കോ. നമ്മളെ കേൾക്കാനോ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാനോ ഒരാളും ഇല്ല എന്ന് കരുതിക്കോ. ഒരു നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് ഒരു കൗൺസിലിങ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. അതൊരു എന്താ പറയുക, അല്ലെങ്കിൽ ഒന്ന് കൗൺസിലിംഗ് എന്നല്ല, അതൊരു തുറന്ന സംസാരം, അതിൽ തീരാനുള്ളല്ലേ ഉള്ള കാര്യമേ ഉള്ളൂ. ഒരാളോട് തുറന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ ഓക്കെ ആകും. മിക്ക ആത്മഹത്യകളിലും കണ്ടുവരുന്നത് അവരെ കേൾക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ ഒരാളില്ല എന്നൊരു തോന്നലിൽ നിന്ന് ഉണ്ടാകുന്നതായിരിക്കും. അവർക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയ്ക്കും പ്രോബ്ലംസുകൾ ആയിരിക്കും. പക്ഷേ ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കും. നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ കാണിക്കുന്ന ധൈര്യത്തിൻ്റെ 1% പോലും വേണ്ട ഈ ജീവിതം മുന്നോട്ട് ജീവിച്ച് തീർക്കാൻ. ഈ പ്രോബ്ലംസുകളൊക്കെ എന്ത് പ്രോബ്ലംസും ആയിക്കോട്ടെ, വാട്ടെവർ, അത് അതിജീവിച്ച് മുന്നോട്ട് ജീവിക്കാൻ. കാരണം നമ്മൾ നമ്മളെ സ്നേഹിച്ചില്ല, വേറെ ആര് സ്നേഹിക്കാനാണ്? അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്കൊരു കടമയുണ്ട്, അല്ലേ? ഇപ്പോൾ ഈ പൊന്നുമോള് ചെയ്തില്ലേ, ആ കുട്ടിയുടെ ആ മോളുടെ മോന് 4 വയസ്സേ ഉള്ളെന്ന് പറയുന്നിട്ട് ആ മകനെ ഒരമ്മ ചെയ്യേണ്ട കടമകളൊക്കെ ഉണ്ടായിരുന്നു. ഈ അമ്മയ്ക്ക് പകരമാകുമോ ആരെങ്കിലും? ആരുമാകില്ല. ആ കുഞ്ഞിന് നഷ്ടം, ആ മോളുടെ അച്ഛനും അമ്മയ്ക്കും നഷ്ടം, സഹോദരങ്ങൾക്ക്, വേണ്ടപ്പെട്ടവർക്ക്, ഫ്രണ്ട്സിന്, എല്ലാവർക്കും ജീവിതാവസാനം വരെ ഇതിനി അവളൊരു തീരാ വേദനയല്ലേ. ചെറിയ പ്രായം 24 വയസ്സെന്ന് പറയുന്ന അത്ര വലിയ പ്രായമൊന്നുമല്ല, ജീവിതം തുടങ്ങേണ്ട ഒരു പ്രായം. ഒരു നിമിഷം ഒന്ന് മാറ്റി ചിന്തിച്ചിരുന്നുവെങ്കിൽ, അല്ലേ? അല്ലെങ്കിൽ അവളുടെ പ്രയാസങ്ങൾ ആരെങ്കിലും ഒരാളോടൊന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ചെയ്യില്ലായിരുന്നു. അപ്പോൾ കേൾക്കാൻ ആളില്ല എന്ന പേരിൽ ഒരാൾ പോലും സൂയിസൈഡ് ചെയ്യുന്നത്. ഇങ്ങോട്ട് കേൾക്കാൻ നിന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് പറയണത്, എനിക്ക് ഇന്ന പോലൊക്കെ തോന്നുന്നുണ്ട്, എനിക്ക് ഇന്ന പ്രയാസങ്ങളുണ്ട്. നമ്മൾക്കതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന ഒരാൾക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ കഴിയും. ഇതൊന്നും അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങി നമ്മുടെ ചുറ്റിനും ഒന്ന് നോക്കണം. മാരകമായ അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാകും നമ്മുടെ ചുറ്റും. അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറി ആയിട്ട് നന്നായിട്ടൊന്ന് ജീവിക്കാൻ കഴിയണേ ഈശ്വര എന്ന് പ്രാർത്ഥിക്കുന്ന ജന്മങ്ങളുണ്ടാകും നമ്മുടെ ചുറ്റിനും. അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മേ ബി നമുക്കാർക്കും ഇങ്ങനെ ചെയ്യാൻ തോന്നില്ല. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, ജീവിതം ഒന്നേ ഉള്ളൂ. അത് ഈശ്വരൻ ദാനം തന്നതാണ്, അത് ദൈവത്തിനുള്ളതാണ് തിരിച്ചെടുക്കാനുള്ളത്. കുറച്ച് സമയമാണ് നമുക്ക് ഈ ലോകത്ത് കിട്ടുന്നത്. ആ ലോകത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊത്ത് നമുക്ക് ചെയ്തു തീർക്കാനുള്ള കടമകളും നമ്മളോട് തന്നെ ഒരു കടമയുണ്ട്. അതൊക്കെ തീർത്ത് മുന്നോട്ട് പോവുക. ബാങ്ക് വിളിക്കുന്നു. താങ്ക് യു ഓൾ.